Guys, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ മൈ ഹൗസ് ക്ലീനിങ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ ഭാഗത്തു നിന്ന് ക്ലീൻ ചെയ്ത് തുടങ്ങാം. Guys, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ മൈ ഹൗസ് ക്ലീനിങ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ ഭാഗത്തു നിന്ന് ക്ലീൻ ചെയ്ത് തുടങ്ങാം. എൻ്റെ ഇവിടെ കിടപ്പുണ്ട് ഗായ്സ്. ഗൈസ് അച്ഛന് പനിയായിരുന്നു, ഇയാൾ കിടക്കുമായിരുന്നു, ആശുപത്രിയിലായിരുന്നു, ട്രിപ്പൊക്കെ ഇട്ട് കിടക്കുമായിരുന്നു. ചില സ്ഥലത്തൊക്കെ നമുക്ക് ക്ലീൻ ആക്കാനുള്ളത്, പക്ഷേ റൂം നല്ലപോലെ ക്ലീൻ ആക്കാനുണ്ട്. എന്ന് വെച്ചാൽ രാത്രി നമ്മൾ കിടന്നതും ബെഡ്ഷീറ്റും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് റൂമിൽ നിന്ന് തന്നെ തുടങ്ങാം ഗായ്സ്. നമ്മളെ ഇപ്പോഴത്തെ റൂമിൻ്റെ അവസ്ഥ. നമുക്ക് ഞാൻ സ്റ്റാൻഡിലോട്ട് വെക്കട്ടെ. നമുക്ക് ആദ്യം ബെഡിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് ബെഡ് ക്ലീൻ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ മടക്കണം. ഞാൻ ഈ എല്ലാ ബെഡ്ഷീറ്റും മടക്കിയിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ ഗായ്സ്. അപ്പം നമ്മളിത് റൂമെല്ലാം സെറ്റാക്കി നമ്മൾ തൂത്തിട്ടുണ്ട്, നമ്മൾ ബെഡെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഗായ്സ്. ഇനി നമുക്ക് ഡൈനിങ് ഹാളും ഒക്കെ കാണിക്കാം. നമ്മൾ തൂത്ത് റൂമിലെ ചവറ് ഇനി ഇവിടെ വേണം തൂക്കാൻ. അപ്പോൾ ഇവിടുത്തെ ലൈറ്റ് പോയിട്ടിട്ട് വരാനാ ചിക്കട്ട് എന്തേ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. സ്വിച്ച് ഇടാം, ഇട്ടിട്ടുണ്ട് ഗായ്സ്. ഇനി നമുക്ക് ഇവിടെ തൂക്കുന്ന വീഡിയോ കാണാം. നമ്മൾ റൂമൊക്കെ തൂത്ത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഡൈനിങ് ഹാളാണ് നമ്മൾ വൃത്തിയാക്കേണ്ടത്. ടേബിളിൻ്റെ പുറം വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് തറയൊക്കെ തൂക്കാം ഗൈസ്. നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാം. വേസ്റ്റൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇനി നമുക്ക് ടേബിൾ തുടക്കാനുള്ള ലിക്വിഡൊക്കെ എടുത്തിട്ട് വരാം. നമുക്ക് ലിക്വിഡ് പോയി എടുക്കാം. ഈ ഇത് വെച്ചാണ് നമ്മൾ ഡൈനിങ് ഹാൾ സ്പ്രേ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. നമുക്ക് നമ്മുടെ അയ്യോ വരുന്നില്ല. ഓക്കെ എന്നിട്ടുണ്ട്. നമുക്ക് രണ്ടും എടുത്തോണ്ട് എന്നിട്ട് കുപ്പി കൊണ്ട് വെക്കാം, അടുക്കളയെ വെക്കാം. അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് അച്ചൂടെ മരുന്നാണ് ഗായ്സ്. മരുന്നൊക്കെ നമുക്ക് ഇവിടോട്ട് വെക്കാം. ഇനി നമുക്ക് ചെകൊക്കെ മാറ്റിയതിന് ശേഷം ഉണ്ടോയെന്ന് നമുക്ക് സ്പ്രേ ചെയ്യാതെ സ്പ്രേ ചെയ്ത് തുടക്കുന്നതാണ്. ഇനി നമുക്ക് എല്ലാവർക്കും തുടക്കാം. ഇങ്ങനെ ഗായ്സ് അങ്ങനെ നമ്മളിത് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ നമുക്ക് തുടക്കാം. ഗായ്സ് നമ്മൾ ടേബിൾ നമ്മളങ്ങനെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്തെടുത്ത് വെക്കാം. നമുക്ക് രണ്ടാമത് വന്ന് എടുക്കേണ്ട വരുന്നത്. അപ്പോൾ ഇതിവിടെ വെച്ചേക്കാം. നമുക്ക് ചെറിയ നമ്മളെ ടേബിളും കൂടെ നമുക്ക് ക്ലീൻ ആക്കേണ്ടതാണ്. അത് വെച്ച് ഗൈസ് ഞാൻ ഇവിടെ ഒന്ന് തൂത്തിട്ട് കാണാം ഗായ്സ്. നമ്മൾ ഇവിടെ തൂത്തിട്ടുണ്ട്. പിന്നെ ഗായ്സ് ഞാൻ കൈ കഴുകുന്ന ഇവിടെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ക്ലീൻ ചെയ്തപ്പം. നമ്മൾ ഗ്ലാസ്സൊക്കെ തുടച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മിച്ച് അച്ചുകുട്ടിന് ഫുഡ് കൊടുക്കുകയാണ് ഗായ്സ്. അപ്പം നമുക്കിത് ഇവിടെ തറ തൂക്കുകയും ചെയ്യണം, ടേബിൾ തുടക്കുകയും ചെയ്യണം. സെറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് കാണാം. നമുക്കിനി സെറ്റ് ചെയ്തെടുക്കണം. നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവെക്കാം. ഇപ്പം നമ്മൾ തൂത്തിവിടെ ഫുഡ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചൂടെ ടോയ്സ് നമുക്ക് നേരെ അടുക്കി വെക്കാം.
അച്ചുകുട്ടൻ്റെ ടോയ്സൊക്കെ നമ്മൾ അടുക്കി സെറ്റിയുടെ കവറൊക്കെ നമ്മൾ കൊടഞ്ഞ് വൃത്തിയാക്കി ചെറിയ ടേബിളൊക്കെ തുടച്ചു ഗൈസ്. ഇനി നമുക്ക് സിറ്റൗട്ട് ഇത് ക്ലീൻ ആക്കാം ഗൈസ്. അച്ചുകുട്ടന് പനിയായതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. നമുക്കിനി സിറ്റൗട്ട് വൃത്തിയാക്കേണ്ടതാണ് ഗൈസ്. സിറ്റൗട്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. തൂത്താൽ മാത്രം മതി, പിന്നെ ഇവിടെ ഈ തടിക്ക് കുടഞ്ഞാലും മതി ഗൈസ്. ഇനി ഞാൻ പോയി ഇവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മളെ എല്ലാം വൃത്തിയാക്കി. ഇനി ഗൈസ് നമുക്ക് വൃത്തിയാക്കേണ്ടത് നമ്മളെ മിറ്റമാണ്. ഇവിടെ എല്ലാം തൂക്കണം. ഇതിൻ്റെ മേലെ പാത്രമാണ്, നമുക്ക് ഇവിടെ വെക്കാം. ലാസ്റ്റ് നമുക്ക് വെള്ളം ഒഴിച്ച് വെക്കാം ഗൈസ്. ഇവിടെ എല്ലാം നമുക്ക് തൂത്തിട്ട് കാണാം. എല്ലാം നമ്മൾ തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അടുക്കളയിലിട്ടു. ആ അടുക്കള ഒരുവിധം ഉമ്മി വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ്. എന്നാലും അവിടെ ഇവിടെയൊക്കെ നമുക്ക് തൂക്കേണ്ടതാണ്. അപ്പൊ തൂത്തും ഉമ്മിനെ ചെറുതായിട്ട് അവിടെ ഒന്ന് സഹായിക്കാം ഗൈസ്. നമുക്ക് അപ്പൊ അടുക്കളയിൽ നമ്മളിത് തൂത്തതിൻ്റെ എല്ലാ ചവറും നമ്മളവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് തൂത്താൽ മാത്രം മതി. ബാക്കിയെല്ലാം ഉമ്മി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങൾ കണ്ടല്ലോ ഗൈസ്. നമുക്ക് തൂത്തിട്ട് കാണണ്ടേ ഗൈസ്. അപ്പം നമ്മൾ അടുക്കള വൃത്തിയാക്കാം. അപ്പം അതേ ഞങ്ങൾ ചായ കുടിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം 2-3 പാത്രം എടുക്കണം. നമുക്ക് അത് കഴുകിയിട്ട് വെക്കാം. അത് കഴിഞ്ഞു ഗൈസ്. നമുക്ക് ഇതാക്കാം. നമുക്ക് സ്ലാബ് നമുക്ക് ഇവിടെ ഇനി തുടക്കാം. ഗൈസ് അങ്ങനെ നമ്മൾ തുടച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ തൂക്കണം. ഇനി കഴുകാം, അല്ലെങ്കിൽ നാട്ടം കാണും. നമുക്ക് തൂക്കാം ഗൈസ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.